നമ്മൾ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള ദുരന്ത വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും. വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാകുന്നു. മരണസംഖ്യ 10 ഉയർന്നിരിക്കുന്നു. അപകടം പറ്റിയിട്ടുള്ള ആളുകളുടെ എണ്ണവും കൂടുന്നു എന്നുള്ളതാണ്. കുറേ പേർ കുഴഞ്ഞു വീണിട്ടുണ്ട്. ആ സംഖ്യയുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് മുൻകരുതൽ ഉണ്ടാവുക. എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. മന്ത്രിമാരൊക്കെയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആളുകൾ തന്നെയാണ് കുഴഞ്ഞു വീണിട്ടുള്ള ആളുകളെ ഓടി വാരിയെടുത്ത് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടൊരു സുരക്ഷാ സംവിധാനം ഉണ്ടായില്ല എന്നുള്ള ചോദ്യമാണ്. വിജയ് തന്നെ അദ്ദേഹം തന്നെ ഈ ആളുകളോട് സംസാരിക്കുന്നതിനിടയിൽ പോലീസിനോട് രക്ഷാപ്രവർത്തനം ഉടൻ നടത്തൂ എന്ന് ആവശ്യപ്പെട്ടു. മൈക്കിലൂടെ തരത്തിലുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ. ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ള ആ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാം. അത്രമാത്രം ആളുകൾ വന്നിരുന്നു. അപ്പോൾ ആ ആളുകളെ മുൻകൂട്ടി കരുതി അവിടെ എത്തുമെന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആദ്യഘട്ടം രക്ഷാപ്രവർത്തനം തന്നെയാണ് പ്രധാനം. കെ ബി ശ്രീധരനുണ്ട്. ശ്രീധരൻ, രക്ഷാപ്രവർത്തനം അത് ഏത് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു? ഈ ആളുകളൊക്കെ ഏത് ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചത്? വിജയ് ഇപ്പോൾ എങ്ങോട്ടേക്കാണ് മടങ്ങിയത്? മറ്റ് TVKയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ, അതോ തീർത്തും പോലീസ് സംവിധാനത്തിന്റെ കീഴിലാണോ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പ്രാഥമികമായി TVK പ്രവർത്തകർ തന്നെയാണ് ഈ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നത്. വലിയ റാലി ആയതിനാൽ തന്നെ, പര്യടനമായതിനാൽ തന്നെ ആംബുലൻസുകളൊക്കെ അവിടെ സജ്ജീകരിച്ചിരുന്നു. ഏതായാലും വിജയ് തന്നെ പ്രസംഗമധ്യേ ഇങ്ങനെ കുഴഞ്ഞ വീണ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ TVK നേതാക്കളോട് ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ കൂടി അവിടുന്ന് വരുന്നുണ്ട്. അക്ഷയ, മരണസംഖ്യ കൂടാൻ ഇടയുണ്ട്. 10 എന്നുള്ളതിൽ മരണസംഖ്യ നിൽക്കില്ല, അത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് തീർത്തും ആശങ്കപ്പെടുന്നതും സങ്കടകരവുമായിട്ടുള്ള വാർത്തകൾ തമിഴ് മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്. ഏതായാലും വലിയ ആശങ്ക ഈ വിഷയത്തിൽ ഉണ്ട്. അത്രയും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തി ആശങ്കപ്പെടുന്ന സ്ഥിതിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മരണസംഖ്യ 21ലേക്ക് എത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നു. അതിൽ 6 പേർ മരണസംഖ്യ 20 എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുന്നു എന്ന് വേണം പറയാൻ. വളരെ വേദനയോട് കൂടി അല്ലാതെ ഇത് പറയാൻ പറ്റില്ല. കാരണം വിജയെ കാണാനെത്തിയിട്ടുള്ള മറ്റൊന്നുമില്ലാതെ വിജയെ കാണാനായി ഈ സമയത്ത് കരൂരിലേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ്. അവരിലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 20 എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരികയാണ്. ശ്രീധരൻ തുടർന്നോളൂ. ഇതിൽ 6 കുട്ടികളുണ്ട് എന്ന സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. മരണസംഖ്യ 21 ഉയരുന്നു. ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ തീർത്തും സങ്കടകരമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അക്ഷയ. നേരത്തെ 10 മരണം തമിഴ്നാട് മന്ത്രി മാ സുബ്രഹ്മണ്യൻ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ മരണം ആകുന്നു. മരണത്തിലും തിരക്കിലും പെട്ട് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറുന്നു. വലിയ ആരാധനയോടുകൂടി താരത്തെ കാണാൻ അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിനെ കാണാൻ എത്തിയ ഒരാൾക്കൂട്ടമാണ് ഇത്തരത്തിൽ വലിയ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. അവർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തുന്നത്. ഏതായാലും ചില തമിഴ് മാധ്യമങ്ങളാണ് ഇപ്പോൾ മരണസംഖ്യ 21 ഉയർന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവിടുന്നത്. ഏതായാലും വിജയ് ഇപ്പോൾ എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ നേരിട്ട് തന്നെ ഈ അപകട സ്ഥലത്തെ, ദുരന്ത സ്ഥലത്തെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമൊക്കെ നേരിട്ട് തന്നെ ഇപ്പോൾ ഏകോപിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാരെ അയച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഈ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. മന്ത്രിമാരും അതുപോലെ തന്നെ മുൻ മന്ത്രിമാരായിട്ടുള്ള സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒരു ADGPയോട് ഉടൻ തന്നെ ഇപ്പോൾ ഈ കരൂരിലേക്ക് എത്തിച്ചേരാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ ദുരന്തം സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 6 കുട്ടികൾക്ക്
ജീവൻ നഷ്ടമായി. പറക്കമുറ്റും മുൻപേ 6 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി. അതുപോലെ തന്നെ 15ഓളം ആളുകൾക്ക് പ്രാഥമികമായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 15ഓളം മറ്റ് ആളുകൾ കൂടി, അങ്ങനെ 21 മരണം ആയതായിട്ടുള്ള ഏതായാലും ഒട്ടും ആശ്വാസകരമായിട്ടുള്ള വാർത്ത കരൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നില്ല. വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് കരൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിജയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അഗാധമായിട്ടുള്ള ദുഃഖവും ആശങ്കയും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് രാഷ്ട്രീയം പറയാനുള്ള സമയമല്ല എന്ന് ഉണ്ട്. രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. വലിയ വാർത്തയാണ്, വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. 21 പേരാണ് ഇപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് TVKയുടെ പ്രചാരണ പരിപാടിക്കിടെ വിജയെ കാണാനായി എത്തിയിട്ടുള്ള സാധാരണ ജനങ്ങൾ മരിച്ചു വീണിരിക്കുന്നതിൽ 6 കുഞ്ഞുങ്ങളുമുണ്ട്. 6 കുട്ടികൾക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു. ആശങ്കപ്പെടുത്തുന്ന സ്ഥിതി എന്നുള്ളതാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിനകം പ്രതികരിച്ചിരിക്കുന്ന കാര്യം. എല്ലാ തരത്തിലുള്ള ഏകോപന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത്രമാത്രം ആൾക്കൂട്ടമാണ്, രക്ഷാപ്രവർത്തനം എങ്ങനെ സാധ്യമാകും, ഈ ആളുകളെയൊക്കെ എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കും ഉൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെയും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ആശങ്കയിൽ തന്നെ നിൽക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീധരൻ, മരണസംഖ്യയിൽ മാറ്റമുണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും വരികയാണ്. നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ആ തരത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. 31 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. വിജയുടെ റാലിക്കിടെയാണ് ഈ അപകടമുണ്ടായത്. നോക്കുക, ആ ദൃശ്യങ്ങളാണ്. അത്രമാത്രം ആളുകളാണ് അവിടേക്ക് എത്തിയത്. ആ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചത്.